കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി പുറത്ത്. ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെയെന്ന് മൊഴിയിൽ പറയുന്നു. കൊലപാതകത്തിന് ശേഷം ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത്. തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നും ജോൺസന്റെ മൊഴിയിലുണ്ട്. അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയത്. സംഭവ ദിവസം രാവിലെ 6:30 പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നും പ്രതി പുറത്തേക്കിറങ്ങി. സംശയം തോന്നാതിരിക്കാൻ കാൽനടയായിട്ടാണ് ഇയാൾ കഠിനംകുളത്തുള്ള ആതിരയുടെ വീട്ടിലെത്തിയത്. ഭർത്താവും കുട്ടികളും പോകുന്നതുവരെ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു. അതിനുശേഷം 9 മണിയോടെ വീട്ടിലേക്ക് കടന്നു. ആതിരയോട് ചായയിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും യുവതി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നതിനിടെ ജോൺസൺ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. കത്തി കുത്തിയിറക്കിയ ശേഷം വലിച്ചൂരി കഴുത്തറുത്തു എന്നും പ്രതി പറഞ്ഞു. ധരിച്ചിരുന്ന ഷർട്ടിൽ രക്തം പുരണ്ടതിനെ തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക് തിരിച്ചു. മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് മൊഴിയെടുക്കൽ. കുറിച്ചിയിൽ ഇയാൾ ഹോം നഴ്സായി ജോലി ചെയ്ത വീട്ടിൽ നിന്നുമാണ് ചിങ്ങവനം പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ വീട്ടിലെ യുവതിയാണ് ജോൺസനെ തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചത്. പെട്ടെന്ന് വീട്ടിലെത്തി ബാഗുമായി കടന്നുകളയാൻ ശ്രമിച്ച ജോൺസനെ തന്ത്രപൂർവ്വം പിടിക്കുകയായിരുന്നു. കോട്ടയം ചിങ്ങവനത്തെ രേഷ്മയും കുടുംബവുമാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. പാരസെറ്റമോളും എലിവിഷവും കഴിച്ചാണ് ജോൺസൺ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആശുപത്രി വിടുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കൂ. അതിനിടെ കേസിന്റെ തുടർ നടപടികൾക്കായി കഠിനംകുളം പോലീസ് കോട്ടയത്തെത്തി. കഴിഞ്ഞ 21-നാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആതിരയെ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.